നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നമ്മൾ നാളെ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു നല്ല മുഹൂർത്തം തന്നെയാണ്. കാരണം കുറച്ച് ദിവസത്തെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു വൈജയതയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടണം എന്നുള്ള, ബാലേന്ദ്രൻ അത് കൊടുക്കണം എന്നുള്ള. വൈജയുടെ വിചാരം അവള് വലിയ ഏതോ വീട്ടിലാണ്, ബാലേന്ദ്രൻ ഒന്നുമല്ല. തൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അതിനെല്ലാം കനത്ത അടി കിട്ടുവാണ് വൈജയന്തിക്ക്. അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. കടപ്പാട്ടി വീട്ടിലേക്ക് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് വൈജയന്തിയുടെ ആങ്ങളെ അതുപോലെ തന്നെ ബന്ധുക്കാരൊക്കെ വരുവാണ്. ആ സമയത്ത് വൈജയന്തി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. ബാലേന്ദ്രനെ പോയി ബബിത വിളിച്ചു. ബാലേന്ദ്രൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുക. ആ സമയമെല്ലാം ഭയങ്കര അസ്വസ്ഥമായ മനസ്സോട് കൂടിയിട്ട് അലീന മുറിയിൽ നിൽക്കുന്നേ. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, അച്ഛൻ ഒന്നാമത്തേക്ക് ഒരു അറ്റാക്കൊക്കെ വന്നാ ഇനി അവിടെ പോയി എന്തേലും പ്രശ്നം ഉണ്ടായി അറ്റാക്ക് എന്തേലും വരുമോ എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് മനോഹരി പ്രാർത്ഥിക്കുകയാണ്. അലീന, താൻ കാരണമാണല്ലോ, താൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. താൻ രേവതി കുട്ടികളെ സംഭാഷണം കേട്ടതുകൊണ്ട് മാത്രമാണ് അച്ഛൻ തിരിച്ചറിഞ്ഞ് തൻ്റെ അമ്മയുടെ മോളാന്നുള്ള കാര്യം. പക്ഷെ ഇവിടം വരെ എത്തുമെന്നും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയം ബാലേന്ദ്രൻ താഴേക്കിറങ്ങി ചെല്ലുവാണ്. ബാലേന്ദ്രനെ ഇങ്ങനെ കടിച്ചു കയറാൻ പാകത്തിന് വേട്ടപ്പട്ടികളെ കൂട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. ബാലേന്ദ്രനൊന്ന് വന്നു കിട്ടിയാൽ മതി, ഇപ്പൊ ബാക്കി എല്ലാം ഇവിടെ ശരിയാക്കാവുന്നൊരു ചിന്തയായിരുന്നു കമലയുടെ, രാജീവിന്റെ, ശിവശങ്കറിന്റെ എല്ലാം മനസ്സിൽ. അങ്ങനെ ബാലേന്ദ്രൻ നല്ല കൂളായിട്ട് അങ്ങോട്ട് വന്ന് നിന്നു. ബാലേന്ദ്രനെ നോക്കി എല്ലാവരും കൂടെ. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, ശിവേട്ടനൊക്കെ ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾ ഇത്തിരി സമയമായി വന്നിട്ട്. എന്തൊക്കെയുണ്ട് പിന്നെ ശിവേട്ട വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇവിടെയല്ലേ ബാലേന്ദ്ര, അല്ലാതെ കൊല്ലപ്പള്ളി വീട്ടിലല്ലല്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും കാണുന്നില്ല, എന്നത്തെയും പോലെ തന്നെ ഇന്നും. ആ സമയം രാജീവ് പറഞ്ഞു, കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കാതെ ഞങ്ങൾ കാര്യത്തിലേക്ക് കിടക്കാൻ പോവാം. ബാലേന്ദ്രൻ പറഞ്ഞു, കടന്നോ, നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ പറ. ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്രൻ അറിയാലോ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. വൈജയന്തിയും ബാലേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം. അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു, അതിന് നിങ്ങളെ പെങ്ങളെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്ങളുടെ സ്വഭാവം ശരിയല്ലെങ്കിലേ കുടുംബത്തിൽ ഇങ്ങനെ അലമ്പും വഴക്കൊക്കെ ഉണ്ടാവും. ആങ്ങളമാർക്ക് എന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണം സമയം കാണത്തുള്ളൂ. രാജീവൻ പറഞ്ഞു, പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ എങ്ങനെയാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര, ആ പെണ്ണെന്തേ അലീനെന്ന് പറയുന്നേ? അവൾ മുഴുത്ത മുറിയിലുണ്ട്. അല്ല, അവൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൂടെ? പറഞ്ഞു വിടാനോ? എന്തിനാ ശിവേട്ടൻ ഞാൻ അവളെ പറഞ്ഞു വിടുന്നേ? അല്ല, നീ എന്തിനാ ബാലേന്ദ്രൻ അവളെ പിടിച്ചെടുത്തിരിക്കുന്നേ? അമ്മയെ നോക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഏർപ്പാടാക്കിയ പെൺകുട്ടിയെ അവള്. അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പൊ കൊല്ലപ്പള്ളി വീട്ടില, അമ്മ ഇവിടെ ഇല്ലതാനും. പിന്നെ ഇനി അവളെ ഇവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, വൈജയന്തിക്ക് അവളോട് ഒരു താല്പര്യമില്ല. ഇവിടെ വേറെ ജോലിക്കാരി ഉണ്ടായിരുന്നായിരുന്നല്ലോ, അവൾ വന്നതിന് ശേഷം അവളെ പിരിച്ചു വിട്ടത്. ഇവിടെ പറഞ്ഞു വിട്ടേരെ, വേറെ ജോലിക്കാരെയൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. അത് കേട്ടതും കമല പറഞ്ഞു, അത് ശരിയാ, അമ്മ ഇപ്പൊ അവിടെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. വൈജ ഉണ്ടല്ലോ, അവൾ ജോലികളൊക്കെ ചെയ്യട്ടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്കാരനെ നിർത്തിയാൽ മതിയല്ലോ, അതോടുകൂടി പ്രശ്നം പരിഹരിക്കുമല്ലോ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ? അല്ല, എറണാകുളത്ത് അവൾ നിന്ന് ഓർഫനേജിൽ ഏതോ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അവൾ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടും നീ അവളോടൊപ്പം അയച്ചില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നീ എന്തിനാ ബാലേന്ദ്രൻ അവളെ പിടിച്ചു വെക്കുന്നേ? അവൾക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമാണെങ്കിൽ അവളെ പറഞ്ഞു വിടുന്നതല്ലേ നല്ലത്. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇതിന് വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു വരണ്ടെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്. പിന്നെ നിങ്ങൾക്ക് നിർബന്ധം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. എനിക്ക് അപ്പോഴും ഇപ്പോഴും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അലീനെ ഇവിടുന്ന് ഞാൻ പറഞ്ഞുവിടാൻ ഒരുക്കമല്ല. ആ സമയം ദേഷ്യം വന്ന് രാജീവൻ പറഞ്ഞു, ഇതേ ബാലേന്ദ്ര, വെറുതെ ഒരുമാതിരി വർത്താനം പറയരുത്. അവളെ ഞങ്ങൾ ഒരു തവണ ഇവിടുന്ന് അടിച്ചിറക്കിയതാ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ പോയി കയ്യോടെ എങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു. ശിവശങ്കരൻ ചോദിച്ചു, അതെന്തിനാ ബാലേന്ദ്രൻ അവളെ പോയി വിളിച്ചോണ്ട് വന്നേ? നിനക്ക് അതിൻ്റെ ആവശ്യം എന്താ? ആ സമയത്ത് രാവണ്യമേനോന്റെ മകനയാൾ പറഞ്ഞു, അതെ, നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ബാലേന്ദ്ര? വെറും ഒരു ജോലിക്കാരി പെണ്ണിന് വേണ്ടിയിട്ടാ നീ കുടുംബത്തിനെ മൊത്തം തള്ളിക്കളയുന്നേ. നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ എല്ലാവരും നീ തള്ളിക്കളയുന്ന എന്തിനാ? വെറും ഒരു ജോലിക്കാരി പെണ്ണിന് വേണ്ടിയിട്ടോ?
ആര് പറഞ്ഞു അത് ജോലിക്കാരി പെണ്ണാന്ന്? അതൊരിക്കലും ഒരു ജോലിക്കാരി പെണ്ണല്ല. ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. അവളൊരു ജോലിക്കാരി എന്നുള്ള കാര്യം എനിക്കറിയാം. ജോലിക്കാരിയൊക്കെ പണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതെ, കൈതയ്ക്കൽ മാളി വീട്ടിലെ നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടല്ലോ, അവരെ നോക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന അലീനയെ. പക്ഷേ അവളെ ഞാൻ അങ്ങോട്ട് ദത്തുപുത്രയായിട്ട് എടുത്തെന്ന് പറയാം. ബാലേന്ദ്ര, നിനക്ക് പെൺമക്കളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ, 2 പെൺകുട്ടികളുണ്ട്. പിന്നെ നീ എന്തിനാ ഒരുത്തിയും കൂടെ ദത്തെടുക്കണ്ടേ? അതിൻ്റെ ആവശ്യം എന്താ? അതും ജോലിക്ക് വന്ന പെണ്ണിനെ ദത്തെടുത്തിട്ട് നിനക്ക് എന്താ ആവാനായിട്ടാ? അതിനുള്ള യോഗ്യത എന്താ അവൾക്കുള്ളത്? ശിവശങ്കരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, യോഗ്യത? എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട്. വേറെ ഏതോ ഒരു പുരുഷനിൽ വഞ്ചികയായി ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാ അവളെ. അത് വൈജയുടെ മുഖത്ത് നോക്കിയാ പറയണേ. വൈജയ്ക്ക് കനത്ത തിരിച്ചടി കൊടുക്കുകയാണ് ബാലേന്ദ്രന്. ആ പാവം ചോരക്കുഞ്ഞ് ഓർഫനേജ് വളർന്നു വന്നേ. പക്ഷെ അവൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇവിടേക്ക് വന്നു. എനിക്ക് അവളെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. എൻ്റെ ദത്തുപുത്രയാക്കണമെന്ന് തോന്നി. അവളെ ഞാൻ മകളായിട്ട് ഏറ്റെടുത്തു. അതുകൊണ്ട് അവളിനി ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കട്ടക്കലിപ്പായിപ്പോയി രാജീവൻ പറഞ്ഞു, ബാലേന്ദ്ര തോന്നിയാസം പറയരുത്. ദത്തുപുത്രയാന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അവള് എത്ര നിങ്ങൾ മകളാക്കാനെ നോക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കില്ല. ജോലിക്കാർ വെറും ജോലിക്കാർ മാത്രമാണ്. അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്ക്. അവൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചാലും ബാലേന്ദ്രനെ വിടുന്നില്ലോ. അല്ല, ബാലേന്ദ്രന് വേറെ വല്ല ലക്ഷ്യമുണ്ടോ? അല്ല, എന്താ രാജീവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് ദത്തുപുത്രിയായിട്ട് വെച്ചോണ്ടിരുന്നിട്ട് അതോ ഇനിയിപ്പം എന്ന് പറഞ്ഞ് തീരുവല്ല. കാരണം തീർന്നത് പൊട്ടിച്ച് രാജീവിൻ്റെ. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചോട്ട് ആ സമയം രാജീവൻ പറഞ്ഞു, നീ എന്നെ തല്ലുവല്ലേന്ന് ചോദിച്ച് കൈ ചൂണ്ടി വരുവാണ്. ശിവശങ്കരൻ്റെ ഇടയ്ക്ക് കയറി രണ്ടുപേരും പിടിച്ചു മാറ്റി. ദേ, വഴക്കിന് വേണ്ടി വന്നല്ല നമ്മൾ. ബാലേന്ദ്രൻ പറഞ്ഞു, ഈ അടി നിനക്കിട്ട് അന്നേ ഞാൻ ഓങ്ങി വെച്ചിരുന്ന അലീനെ അന്ന് എൻ്റെ മകളെ നീ പിടിച്ച് പുറത്തായി കഴിഞ്ഞപ്പം ഒച്ചയും ബേളം ഉണ്ടാക്കാതെ വന്നിട്ട് ഇവിടെ ഒന്ന് ആരും അറിയാതെ പുറത്താക്കി വിടാമെന്ന് കരുതിയില്ലേ? അന്ന് എൻ്റെ കയ്യിൽ നിന്നെ കിട്ടിയില്ല. പക്ഷെ അതിന് പകരം ഇന്ന് നിനക്കിട്ട് തരുന്നേ ഇതല്ല. നിന്റെ നാവണ്ടല്ലോ പിഴുതെറിയോ. അതിൻ്റെ വൃത്തിയായിട്ട ഭാഷ പറഞ്ഞാൽ അതൊക്കെ നിന്റെ വീട്ടിൽ. ഇത് നെടുമ്പൊരിക്കൽ വീടാ. നിനക്ക് എന്താടാ ഇങ്ങനെ പറയാനുള്ള യോഗ്യത ഇരിക്കുന്നേ? ഞങ്ങളുടെ മാളിക്കൽ അല്ല, ഞങ്ങളുടെ കൈതയ്ക്കൽ മാളി വീടിൻ്റെ ഉമ്മർത്തിരുന്ന് ആഹാരം കഴിച്ചവനല്ലേടാ? അതെ, ഒത്തിരി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലം മാറി. അതൊക്കെ മാറിയിട്ട് ഇപ്പം ഇത് നെടുമ്പൊരിക്ക ബാലേന്ദ്രൻ്റെ വീടാ. പുറത്തേക്കൊന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്കുക, നെടുമ്പൊരിക്ക ബാലേന്ദ്രൻ ആരെ ഏതാന്നൊക്കെ. ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഇത്രമാത്രം ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചേ. അതിന് തകർക്കാനായിട്ട് ആരും നോക്കിയാലും നടക്കില്ല. ഇവിടെ ഇപ്പോൾ ബാലേന്ദ്രൻ്റെ ഭരണമാണ്. നിങ്ങളുടെ ഭരണമൊക്കെ അത് കൊല്ലപ്പള്ളി വീട്ടിൽ മതി. ഈ നെടുമ്പൊരിക്ക വീട്ടിൽ വേണ്ട. അപ്പോഴേക്കും കരയോഗം പ്രസിഡന്റ് പറഞ്ഞു, ബാലേന്ദ്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമില്ലാതെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളും ഭാര്യയൊക്കെ അല്ലേ നിൽക്കുന്നേ. അവർക്ക് ആ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നതോട് താല്പര്യമില്ല. പിന്നെ എന്തിനാ ബാലേന്ദ്രൻ ഇത്ര ബുദ്ധിമുട്ടുന്നേ? അവൾ ഇവിടെ നിന്ന് പിടിച്ചു നിർത്തണമെന്ന് വാശി പിടിക്കണേ എന്തിനാ? അല്ല, ഞങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, മക്കളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണം. പിന്നീട് ബബിതയോടും രോഹിത്തിനോടും ഒക്കെ ചോദിക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കണം അലീനയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം രോഹിത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് വേണ്ടത്. ഞങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനം വേണം. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ഒപ്പം നിൽക്കത്തുള്ളൂ. അല്ലാതെ എവിടുന്നോ കയറി വലിഞ്ഞു കയറി വന്ന പെണ്ണിനെ ഇവിടെ ദത്തെടുത്ത് മകളായിട്ട് അംഗീകരിക്കാനൊന്നും ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. ബബിതയ്ക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ കേട്ടോ. അവൾ എൻ്റെ മകള് തന്നെയാ. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, എന്താ ബാലേന്ദ്രൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ? വൈജി നിന്റെ ഭാര്യയല്ലേ? ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമല്ലായിരുന്നു. അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങളുടെ. എന്തുകൊണ്ടാ ഗംഗേട്ടൻ വരാത്തെ? ഗംഗേട്ടന് തോന്നി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ലെന്ന്. ഗംഗേട്ടന് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് മാത്രം വരാതിരിക്കുന്നേ. പിന്നെ ഇവിടെ വെറുതെ കഥ അറിയാതെ ആട്ടം കാണാൻ വന്നോണ്ടല്ലോ. ഇതെൻ്റെ വീടാ. ഇവിടെ നിങ്ങളൊന്നും വെറുതെ പോകത്തില്ല. ആ സമയം രാജീവൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളെ പോയി ഇങ്ങോട്ട് വലിച്ചിറക്കൊണ്ട് വാ. അതാ ചെയ്യേണ്ടത്. ശിവേട്ട അവളെ വലിച്ചിറക്കൊണ്ട് പോയി പുറത്തേക്ക് തള്ളാന്ന് പറയണ. കമലയൊക്കെ അതിനെ പിന്താങ്ങി. ബാലേന്ദ്രൻ പറഞ്ഞു, ഒറ്റ ഓർമ്മ ഇവിടുന്ന് മുകളിലേക്ക് കയറിയാണ്ടല്ലോ, പിന്നെ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരളിന്ന് ആ തോക്കം കൊടുത്തു. ആ പിസ്റ്റളെടുത്ത് ഓടിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് വെക്കണം. പിന്നെ പോലീസ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. എന്താ നീയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ? അവളുടെ കയ്യേലെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ 100ലേക്ക് കോള് പോകും. പോലീസ് വരും, ഇടപെടും. പിന്നെ അറിയാലോ, നെടുമ്പൊരിക്കൽ വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞ് നിൻ്റെയൊക്കെ പേരിൽ ക്രിമിനൽ കേസാവും. പിന്നെ നിനക്കൊന്നും സിംഗപ്പൂർക്കോ ദുബായിക്കൊന്നും ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല.
യാത്ര ചെയ്യാനും പറ്റില്ല. നിന്റെയൊക്കെ വിസയും കാര്യങ്ങളൊക്കെ ക്യാൻസലായിപ്പോ എന്നെ കൂടെ ചെയ്യിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയിക്കോ. നിന്റെയൊക്കെ ജീവിതമല്ല തകർന്നു പോകും. പിന്നെ പെങ്ങളെ ഒന്നും ഉപദേശിച്ചിട്ട് പോകുന്നല്ല എങ്ങനെ ഒരു കുടുംബത്തിൽ നിൽക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിന്റെയൊക്കെ പെങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയത്. ഇത്രയും വർഷം എൻ്റെ പോയത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല. അറിയാലോ, പഴയ പല കഥകളും ഞാൻ ചകഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഒറ്റ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വൈജയുടെ മുഖമൊക്കെ അങ്ങ് മാറി. കമലയ്ക്കൊന്നും മനസ്സിലായില്ല. ശിവശങ്കരനും രാജുവിനും ഒക്കെ പരസ്പരം നോക്കുവാണ്. പെട്ടുപോയല്ലോ, പുലിമടയിലേക്കാണല്ലോ ചെന്ന് തല വെച്ച് കൊടുത്തേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. ഇത്രയും പ്രതീക്ഷയില്ല ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു. ബാലേന്ദ്രൻ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയണേ, പെങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള പെങ്ങളെയും വിളിച്ചുകൊണ്ട് പോയിക്കോണം. പക്ഷെ ഇവിടെ എൻ്റെ ഭരണമാണ് നടക്കാൻ പോകുന്നത്. ബാലേന്ദ്രൻ്റെ ഏകാധിപത്യ ഭരണം. ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന കൈതയ്ക്കൽ വീട്ടിൽ വൈജയന്തിയായിരുന്നു. പക്ഷെ വൈജയന്തിയുടെ കയ്യിൽ നിന്ന് ഭരണം ഞാൻ ഏറ്റെടുത്തു. ഇനി എൻ്റെ ഭരണത്തിന് കീഴിലായി വീട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിൽക്കാമെന്ന് ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി, ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം. അല്ലാത്തവർക്കെല്ലാം ഈ വീട് വിട്ടു പോവാം. ആ സമയത്ത് ബബിതയും രോഹിതൊക്കെ പരസ്പരം നോക്കി. എൻ്റെ മക്കളോട് കൂടിയാണ് ഞാനിത് പറയണേ, നിൽക്കാൻ സൗകര്യമുള്ളവർ മാത്രം നിന്നാൽ മതി, എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് മേലാൽ ഈ വീട്ടുപടിക്കലേക്ക് ഒറ്റ ഒന്നും കയറിപ്പോയിക്കല്ലോ. അതും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് സ്റ്റെപ്പ് കയറുവാണ്. തിരിച്ചങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞോട്ടൊരു കാര്യം പറഞ്ഞു. ഇനിയിപ്പം അലീനെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒറ്റവണ ഈ വീടിൻ്റെ മുന്നിലേക്ക് വന്നേക്കല്ല. അലീനയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൂടെ ക്ലോസ് ചെയ്തു. എൻ്റെ മകളവള്, അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല. പറഞ്ഞത് കേട്ടല്ലോ എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി. പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. ഇത്ര സമയം വലിയ അഹങ്കാരം കാണിച്ചിരുന്ന വൈജയന്തിയുടെ രാജീവിൻ്റെ അവരുടെ എല്ലാം മോഹം ഒന്നും അല്ലാതായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം രാജീവൻ പറഞ്ഞു, വൈജയ് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാലേന്ദ്രൻ കേസ് കൊടുത്തിട്ടുണ്ടെ പ്രശ്നമാവും. രാജീവിനും അത് തന്നെ പറയാണ്. ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. വൈജയ് ആകെപ്പാടെ പെട്ട അവസ്ഥ നിൽക്കുകയാണ്. ഇതേ സമയത്ത് അലീന വല്ലാത്ത ടെൻഷനോടുകൂടി മുറിയിലിരിക്കുക. എന്താ ഏതെങ്ങനെയെന്ന് അറിയത്തില്ല. അച്ഛന് വല്ല പ്രശ്നം ഉണ്ടാകുമെന്നൊരു ചിന്ത. അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്ന് കഥയെ മുട്ടി. അലീന പോയി നോക്കിക്കഴിഞ്ഞാൽ ബാലേന്ദ്രനാ. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്തായി അച്ഛാ? എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മോള് വിഷമിക്കണ്ട, മോളെ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല. അതും പറഞ്ഞ് അലീനെ ചേർത്ത് പിടിച്ച് ബാലേന്ദ്രന്. ഈ ബാലേന്ദ്രൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ? എല്ലാവരും കൂടെ പടയം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മോളെ ഇറക്കി വിടാന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വെറുതെയാ. എല്ലാത്തിനും കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. ആരും നിന്നെ ഈ കയ്യെ പിടിച്ചുകൊണ്ടൊന്നും ഇറക്കി വിടാൻ പോകുന്നില്ല. നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ വീടാ. ഇവിടെ എന്ത് നടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഇതേ സമയം നെഞ്ചു പൊട്ടിക്കഴിഞ്ഞ് വൈജയന്തി നിൽക്കുക, സർവ്വ പിടിവള്ളിയും വിട്ട്. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് എന്ത് ചെയ്യണം? ഇനിയിപ്പം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകണോ, കടപ്പാട്ടി വീട്ടിൽ നിൽക്കണോ എന്നൊരവസ്ഥയിലായി വൈജയന്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.